മറ്റാരും ഒന്നും പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യുക. ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, മൈ റെസ്പോൺസിബിലിറ്റി ടു മൈസെൽഫ്, എ സെൽഫ് കെയർ ജേണിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് റെസ്റ്റ് വിത്തൗട്ട് ഗിൽറ്റ്. ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ വിശ്രമിക്കുന്നുണ്ടോ? നമുക്ക് ആവശ്യത്തിന്, അതും കുറ്റബോധമില്ലാതെ വിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ടുള്ളതാണ് കുറ്റബോധമില്ലാതെ വിശ്രമിക്കുക എന്നുള്ളത്. ഗിൽറ്റ് എന്നുള്ള ഫീലിംഗ് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെ സ്റ്റക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മളെ ഒരു തരത്തിലോ മുന്നോട്ട് നയിക്കാത്ത ഒരു കാര്യമാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് നമ്മൾ ഗിൽറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ കുറ്റബോധം ഇല്ലാതെ വിശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്രമിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇത്രയും സമയം കളഞ്ഞോ. അപ്പൊ പലപ്പോഴും ആളുകൾ വിശ്രമം എന്നുള്ളത്, റെസ്റ്റ് എടുക്കുന്നത് ഒരു ലേസിനെസ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം, ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഇതൊക്കെയാണ് നമ്മളെ വിശ്രമത്തിൽ നിന്ന് തടുക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് റെസ്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്, അതും കുറ്റബോധമില്ലാതെ തന്നെ. ഇപ്പൊ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നി കിടന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞു, ഉണർന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ഇത്രയും സമയം പോയോ എന്നുള്ള ഒരു ആങ്സൈറ്റി ആദ്യം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റെസ്റ്റ് എടുത്തത് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറ്റബോധമില്ലാതെ റെസ്റ്റ് എടുക്കുക, അത് നമ്മളുടെ ഒരു ആവശ്യമായി തന്നെ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം, വീട്ടിലുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും, വെറുതെ സമയം കളയുകയാണെന്ന് ചോദിച്ചുകൊണ്ട്. എന്തിനാണ് ഇങ്ങനെ വെറുതെ സമയം കളയുന്നത്? അപ്പം നമ്മൾ പറയണം, എൻ്റെ മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് ആവശ്യമാണ്. കാരണം നമ്മൾ 24 hours വർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, അല്ല വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണല്ലോ രാത്രിയും പകലും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സമയം പണിയെടുക്കാനും മറുസമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ കളിയാക്കലുകളൊന്നും ബാധിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കുക, കുറ്റബോധം ഇല്ലാതെ തന്നെയും കൊടുക്കുക. അത് നമ്മൾ ലവ് ചെയ്യുന്നതിൻ്റെയും കെയർ ചെയ്യുന്നതിൻ്റെയും ഒരു യഥാർത്ഥത്തിലുള്ളൊരു ആക്ഷനാണ് നമ്മുടെ ഈ ഒരു കുറ്റബോധമില്ലാതെ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വിശ്രമം അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഒട്ടും റെസ്റ്റ് ചെയ്യാതെ ജോലി ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകാനുള്ള അവസ്ഥയുണ്ട്. അതായത് നമ്മൾ പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മറ്റാരും ഒന്നും പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യുക, പ്രത്യേകിച്ച് കുറ്റബോധം ഇല്ലാതെ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു വിശ്രമം അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻസ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം അത് 21 times എഴുതാം, അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അഫർമേഷൻസ് ഒക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം. പക്ഷെ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് അഫർമേഷൻസ് എന്ന് നോക്കാം. ഐ അലോ മൈസെൽഫ് ടു റെസ്റ്റ് വിത്തൗട്ട് ഗിൽറ്റ്. കുറ്റബോധമില്ലാതെ വിശ്രമിക്കാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. സെക്കൻഡ്, റെസ്റ്റ് ഈസ് ഹീലിംഗ് ഫോർ മൈ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിശ്രമം ഹീലിംഗ് ആണ്. അടുത്തത്, ഐ ഡു നോട്ട് നീഡ് ടു ഏൺ റെസ്റ്റ് ത്രൂ എക്സോഷൻ. അമിത ക്ഷീണത്തിലൂടെ മാത്രമേ വിശ്രമം അർഹിക്കൂ എന്ന് ഇല്ല. അടുത്തത്, ഇറ്റ് ഈസ് സേഫ് ഫോർ മീ ടു സ്ലോ ഡൗൺ. സാവകാശം അല്ലെങ്കിൽ സാവധാനത്തിലേക്ക് പോകുന്നത് എനിക്ക് തികച്ചും സുരക്ഷിതമാണ്. മൈ ബോഡി ഡിസേർവ്സ് കെയർ ആൻഡ് സോഫ്റ്റ്നെസ്. എൻ്റെ ശരീരം കരുതലും സോഫ്റ്റ്നെസ്സും അർഹിക്കുന്നു. ഐ റിലീസ് ദ പ്രഷർ ടു ഓൾവേസ് ബി പ്രൊഡക്റ്റീവ്. എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്ന സമ്മർദ്ദം ഞാൻ വിട്ടയക്കുന്നു. റെസ്റ്റിംഗ് ഡസ് നോട്ട് മേക്ക് മീ വീക്ക് ഓർ ലേസി. വിശ്രമിക്കുന്നത് എന്നെ ദുർബലനോ ലേസിയോ ആക്കുന്നില്ല. നെക്സ്റ്റ് വൺ, ഐ ചൂസ് ബാലൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബേൺ ഔട്ട്. ബേൺ ഔട്ടിന് പകരം ഞാൻ ബാലൻസ് തിരഞ്ഞെടുക്കുന്നു.
മൈ നെർവസ് സിസ്റ്റം ഡിസേർവ് പീസ് ആൻഡ് കാംനെസ്. എൻ്റെ നെർവസ് സിസ്റ്റം സമാധാനവും ശാന്തതയും അർഹിക്കുന്നു. ഹീലിംഗ് ഓൾസോ ഹാപ്പൻസ് ഇൻ സ്റ്റിൽനെസ് ആൻഡ് റെസ്റ്റ്. നിശബ്ദതയിലും വിശ്രമത്തിലും ഹീലിംഗ് സംഭവിക്കുന്നു. റെസ്റ്റിംഗ് വിത്തൗട്ട് ഗിൽറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മൈസെൽഫ്. കുറ്റബോധമില്ലാതെ വിശ്രമിക്കുന്നത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കേണ്ട ഒരു കാര്യമാണ്. മൈ റെസ്പോൺസിബിലിറ്റി ടു മൈസെൽഫ് എന്ന് പറയുന്നത് റെസ്റ്റ് വിത്തൗട്ട് ഗിൽറ്റ്. ഇനി നിങ്ങൾ ശരിക്കും വിശ്രമം എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിശ്രമാവസ്ഥ കടന്നു പോകുന്നത്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രാക്ടീസാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോംപ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ സ്വയം ആ ചോദ്യം ചോദിച്ച് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ ആലോചിക്കാതെ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരം അത് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ അതിലൂടെ ഒന്നുകൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം. വാട്ട് തോട്ട്സ് കം ടു മൈ മൈൻഡ് വെൻ ഐ ട്രൈ ടു റെസ്റ്റ്. വിശ്രമിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ്, ഡു ഐ ഫീൽ ഗിൽറ്റി വെൻ ഐ ടേക്ക് ബ്രേക്സ് ഓർ സ്ലോ ഡൗൺ? വൈ? ബ്രേക്ക് എടുക്കുമ്പോഴോ സ്ലോ ഡൗൺ ചെയ്യുമ്പോഴോ എനിക്ക് ഗിൽറ്റ് തോന്നാറുണ്ടോ? എന്തുകൊണ്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഐ ലേൺ അബൌട്ട് റെസ്റ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്? ചൈൽഡ്ഹുഡിൽ റെസ്റ്റിനെയും പ്രൊഡക്ടിവിറ്റിയെയും കുറിച്ച് ഞാൻ എന്താണ് പഠിച്ചത്? നെക്സ്റ്റ്, ഹൗ ഡസ് മൈ ബോഡി സിഗ്നൽ ദാറ്റ് ഇറ്റ് നീഡ്സ് റെസ്റ്റ്? എൻ്റെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് അത് എങ്ങനെ എനിക്ക് സിഗ്നൽ നൽകുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇമോഷണലി വെൻ ഐ ഇഗ്നോർ മൈ നീഡ് ഫോർ റെസ്റ്റ്? റെസ്റ്റിന്റെ ആവശ്യം ഞാൻ ഇഗ്നോർ ചെയ്യുമ്പോൾ ഇമോഷണലി എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? നെക്സ്റ്റ്, വാട്ട് ആക്ടിവിറ്റീസ് ഹെൽപ് മീ ഫീൽ കാം, റിലാക്സ്ഡ് ആൻഡ് ഇമോഷണലി സേഫ്? എനിക്ക് ശാന്തതയും റിലാക്സേഷനും ഇമോഷണൽ സേഫ്റ്റിയും നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ്, ഡു ഐ ബിലീവ് ഐ മസ്റ്റ് ഓൾവേസ് ബി പ്രൊഡക്റ്റീവ് ടു ഫീൽ വർത്തി? വാല്യുബിൾ ആണെന്ന് തോന്നാൻ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? വാട്ട് വുഡ് ഹെൽത്തി റെസ്റ്റ് ലുക്ക് ലൈക്ക് ഫോർ മീ ദിസ് വീക്ക്? ഈ ആഴ്ച ഹെൽത്തി റെസ്റ്റ് എനിക്ക് എങ്ങനെയായിരിക്കും? വാട്ട് ഈസ് ഓൺ സ്മോൾ വേ ഐ ക്യാൻ ലവിംഗ്ലി കെയർ ഫോർ മൈസെൽഫ് ടുഡേ? ഇന്ന് ഞാൻ എങ്ങനെ എന്നെ സ്നേഹത്തോടെ കെയർ ചെയ്യും? വാട്ട് ഡസ് മൈ ഹാർട്ട് നീഡ് മോസ്റ്റ് റൈറ്റ് നൗ? റെസ്റ്റ്, സൈലൻസ്, കംഫർട്ട് ഓർ സപ്പോർട്ട്? ഇപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? റെസ്റ്റ് ആണോ, സൈലൻസ് ആണോ, കംഫർട്ടാണോ, സപ്പോർട്ടാണോ? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം എടുക്കുക, ജസ്റ്റ് ആ ചോദ്യം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് ഒട്ടും ആലോചിക്കാതെ, ഒരു നിമിഷം പോലും ഞാൻ എന്ത് എഴുതണമെന്ന് ആലോചിക്കാൻ പോകരുത്, ജസ്റ്റ് റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നിങ്ങളെ ഹാൻഡിൽ ചെയ്തു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ അഫർമേഷൻസും അതുപോലെ ഈ ജേർണലിങ്ങും തീർച്ചയായിട്ടും ആ ബ്യൂട്ടിഫുൾ റെസ്റ്റിലേക്ക് ഗിൽറ്റ് ഇല്ലാതെ റെസ്റ്റ് എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ റെസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, കാരണം ആളുകൾ ഇന്ന് ഓട്ടത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്, രാവും പകലുമെന്നില്ലാതെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ സക്സസ് ഇതിന്റെ പിന്നാലെയുള്ള ഓട്ടമാണ്. പക്ഷെ റെസ്റ്റ് എടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, അതിന്റെ ഒപ്പം അതായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പൊ അത് റെസ്റ്റ് എടുത്തുകൊണ്ടാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നിങ്ങൾക്കിത് വാല്യുബിൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.